നിങ്ങൾ ആകാശദൂത് എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരിക്കലും അത് മറന്നിട്ടുണ്ടാവില്ല. സത്യത്തിൽ ഇത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള നടന്മാരോ നടിമാരോ ഒന്നും അഭിനയിച്ചിട്ടുള്ള പടമല്ല. പക്ഷെ അത് ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ കരയാണ്ട് കാണാൻ ഒരിക്കലും ഒരാൾക്കും കഴിയില്ല. കാരണം അത് ഇമോഷണലി അത്രയധികം കണക്ട് ചെയ്യും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ബെറ്റ് വയ്ക്കുമായിരുന്നു ഇത് ഈ പടം കണ്ടിട്ട് കരയാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അത്രയധികം ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. ഇന്ന് ആക്ച്വലി പഴയ പടങ്ങൾ ഒരു 10,000-കണക്കിന് പടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, പക്ഷെ അതിനകത്ത് ഈ ഒരു പടം ഇത്രയും വ്യത്യസ്തമായിട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ഷനാണ്, ആ ഇമോഷണൽ ബോണ്ടിങ് ആണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ പ്രോഡക്റ്റുകളോ നമ്മുടെ സർവീസുകളോ നമ്മുടെ ബ്രാൻഡോ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയാണ് ഈ പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ക്രിയേറ്റ്സ് ഇമോഷണൽ കണക്ഷൻ. എപ്പോഴും നമ്മുടെ ബ്രാൻഡ് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു പരസ്യം കൊടുക്കാന്ന് വിചാരിച്ചോ. എങ്ങനെ ഈ ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ടുവേദന മാറും എന്ന് പറയുന്ന ഒരു പരസ്യം വരും എന്ന് വിചാരിച്ചോ. അത് ജസ്റ്റ് ഒരു ഫാക്റ്റ് മാത്രമാണ്, ഒരിക്കലും അതിനകത്ത് ഫീൽ ഇല്ല. മറിച്ച് വേറൊരാൾ വന്നിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ മുട്ടുവേദന ഈ മെഡിസിൻ കഴിച്ചുകൊണ്ട് മാറി എന്ന് അയാൾ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ അവിടെ ഒരു ഫീൽ വരും, ഒരു ഇമോഷണൽ കണക്ഷൻസ് വരും. ഈ രീതിയിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളെയും മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, മേക്സ് മെസ്സേജ് മെമ്മറബിൾ. എന്നും ഓർമ്മയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ചില സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കോളേജുകളിൽ കണ്ടിട്ടുണ്ട്, ഈ വലിയ ഫോർമുലാസ് പഠിപ്പിക്കാൻ, ചില തിയറീസ് പഠിപ്പിക്കാനൊക്കെ അധ്യാപകർ ചില സ്റ്റോറികൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അവർ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് മെമ്മറിയിൽ അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അവരുടെ മെമ്മറിയിലേക്ക് എപ്പോഴും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്, എൻകറേജ് ആക്ഷൻ. അതായത് ഇമോഷണലി കണക്ട് ചെയ്ത ആൾക്കാരെ കൊണ്ട് ആക്ഷൻസ് എടുപ്പിക്കാനും വളരെ എളുപ്പമാണ്. അപ്പൊ അവസാനം അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി ഉണ്ടാവണം. ആ മെസ്സേജിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റണം. അവരെ നമ്മുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസിലേക്കോ അല്ലെങ്കിൽ ബ്രാൻഡിലേക്കോ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയാൻ വേണം. ഓക്കെ, ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കൂടുതലായിട്ട് അറിയുന്ന വേണ്ടി താഴെയുള്ള വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിനകത്തൊന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.